ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന രീതിയിൽ പറയുകയാണ് ഞങ്ങൾ ഈ വോയിസ് ഒക്കെ എടുത്ത് പുറത്തിടുന്നത്. ഞാൻ അവരോടായിട്ടാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നിൽക്കുന്ന ഒരു വിഭാഗം യൂട്യൂബേഴ്സ് എന്ന് പറയുകയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വോയിസുകൾ റെക്കോർഡ് ചെയ്ത് വിടുമ്പോൾ എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഈ ഇൻ ഹൗസ് ഡ്രഗ് ബാങ്കിൽ പോയിട്ട് SIT ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ ഇൻ ഹൗസ് ഡ്രഗ് ബാങ്കിൽ പോയിട്ട് ഈ വിവരം അന്വേഷിക്കാൻ പോയി. ഞാനും മനുകൂടെ പോയി. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരു സ്റ്റാഫ് അവിടെ ഫ്രീ ആയിട്ട് നിൽക്കായിരുന്നു. അവരോട് ഞങ്ങൾ ഈ കാര്യം ചോദിച്ചു, ഈ ബില്ല് കാണിച്ചിട്ട് ഈ മെഡിസിൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഈ മെഡിസിൻ ഇവിടെ ഉണ്ട്. ഈ ബില്ല് അവരുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് ശരിയാവും. പലരും പറയുന്നു ഫേക്കാന്ന് പറയുന്നു. അതിനെപ്പറ്റിയുള്ള അച്ഛന്റെ മനസ്സിലല്ലേ അച്ഛൻ കണ്ടത് വെച്ചിട്ട് അച്ഛൻ എന്താണ് തോന്നുന്നത്? രേണുസുതിയുടെ ഇപ്പോഴത്തെ സ്ഥിതിയാണ് പറയുന്നത്. രേണുസുതി നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആണ്. സുഖമില്ലാത്ത കീമോ കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തിക്ക് ശാരീരികമായിട്ടുള്ള ക്ഷീണാവസ്ഥകൾ ഉണ്ടായിരുന്നു. രേണുസുതിയുടെ പിതാവും മാതാവും എന്നോട് വന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് രേണുസുതിക്ക് വേണ്ടിയിട്ട്. രേണുസുതിയുടെ ആരോഗ്യസ്ഥിതി വളരെ ക്ഷീണാവസ്ഥയിലാണ്. അതായത് ഈ സെക്കൻഡ് കീമോ കഴിഞ്ഞതിന് ശേഷം രേണുസുതി നല്ല ക്ഷീണാവസ്ഥയിലാണ്. പിന്നെ ദൈവം അവരെ സൗഖ്യമാക്കാൻ വേണ്ടി അവരെ സ്നേഹിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവരോടൊപ്പം ഞാനും രേണുസുതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രേണുസുതിയെ ദൈവം സൗഖ്യമാക്കട്ടെ. രേണുസുതിക്ക് ബലവും ആരോഗ്യവും ആയുസ്സും ദൈവം കൊടുക്കട്ടെ. ഋതപ്പന്റെ മാതാവായിട്ട് രാഹുൽ ദാസിന്റെ വളർത്തമ്മയായിട്ട് അവർ മടങ്ങി വരട്ടെ, ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ, ആരോഗ്യത്തോടെ കഴിവുള്ളവളായിട്ട് മടങ്ങി വരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിലവിൽ അവർ സുഖമില്ലാതെ കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നാണ് എന്റെ അറിവ്. നമസ്കാരം കൂട്ടുകാരെ. നമ്മളിൽ പലരും ഇപ്പോൾ അറിഞ്ഞു കാണും രേണുസുതി ഇപ്പോൾ ICUവിലാണ് എന്നുള്ള കാര്യം. പുള്ളിക്കാരി തീർത്തും അവശയായിട്ടുള്ള അവസ്ഥയിലാണ്. ജീവന് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ രേണു. ഈ ഒരു സാഹചര്യത്തിൽ പോലും ചില സോഷ്യൽ മീഡിയ ചർച്ചകൾ കാണുമ്പോൾ ശരിക്കും ചോദിച്ചു പോകുന്നത് നമ്മൾ മനുഷ്യർ തന്നെയാണോ എന്നുള്ളത്. ഒരാൾക്ക് വയ്യാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആരും ആഗ്രഹിക്കാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ഒന്ന് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ വെറുതെ ഒന്ന് വിടുകയോ, അവർ വെറുതെ ഒന്ന് വിടുകയോ ചെയ്യുക മാത്രമാണ്. അല്ലാതെ ആ വ്യക്തിയുടെ ചികിത്സാ ബില്ലുകളെ കുറിച്ചോ അല്ലെങ്കിൽ പഴയ കാര്യങ്ങളെ കുറിച്ചോ ഒക്കെ ചർച്ച ചെയ്ത് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് ഉണ്ടാക്കാൻ നോക്കുന്നത് എത്രത്തോളം ക്രൂരമാണെന്നറിയാമോ? ഈ രേണു പല കാര്യങ്ങളും പണ്ട് ചെയ്തിട്ടുണ്ട്, പല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് രേണു ചെയ്തിട്ടുള്ളത്. അതായത് ഒരു കാലത്ത് അഹങ്കരിച്ച് നടന്ന ഒരു ടൈം. പക്ഷെ രേണു പണ്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾക്കല്ല ഇവിടെ പ്രസക്തിയുള്ളത്. ഇന്ന് ഒരു ജീവൻ വെന്റിലേറ്ററിലോ അല്ലെങ്കിൽ ICUലോ കിടക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിയോട് കാണിക്കേണ്ടത് ഒരു ചെറിയ മനുഷ്യത്വം മാത്രമാണ്. കഴിഞ്ഞ ദിവസം ഒരു ബില്ലുമായി ബന്ധപ്പെട്ട വിവാദം വലിയ രീതിയിൽ ചർച്ചയായതാണ്. നമുക്കറിയാം ആ ബില്ലിന്റെ ഡേറ്റും പേര് മറിച്ചെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണെന്നറിയില്ല. പക്ഷെ ഒരു വീഡിയോ ഇപ്പൊ രേണുവിന്റെ ചേച്ചി ആ വീഡിയോ ചെയ്ത സമയത്ത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരാള് ഇതുപോലെ ഒരു സംശയം കൊണ്ടുവന്നാൽ മറ്റു ജനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ആ സംശയം ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. പക്ഷെ അതിൽ ക്ലാരിറ്റി ഇല്ലാതെ വെറുതെ ഒന്ന് സംശയിച്ചുകൊണ്ട് ഈ ബില്ല് ഫേക്ക് ആണ്, വെറുതെയാണ് 2,57,000 രൂപയുടെ ആ ഒരു ബില്ല് എന്ന് പറയുന്നത് വെറുതെയാണ്, അത് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞ് അങ്ങോട്ട് കിട്ടിയതാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് മനുവും അതുപോലെ ദേവും ചെറിയൊരു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ വാക്കുകളൊന്ന് കേട്ടു നോക്കാം. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ദിവസം ഞാനോട് ഉണ്ടായിരുന്നില്ല, നാട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ 2 ദിവസം കൊണ്ട് ഈ വിഷയം അന്വേഷിക്കാൻ പോകാൻ പറ്റാത്തത്. ഇന്ന് ഈ ഇൻ ഹൗസ് ഡ്രഗ് ബാങ്കിൽ പോയിട്ട് SIT ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ ഇൻ ഹൗസ് ഡ്രഗ് ബാങ്കിൽ പോയിട്ട് ഈ വിവരം അന്വേഷിക്കാൻ പോയി. ഞാനും മനുകൂടെ പോയി. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരു സ്റ്റാഫ് അവിടെ ഫ്രീ ആയിട്ട് നിൽക്കായിരുന്നു. അവരോട് ഞങ്ങൾ ഈ കാര്യം ചോദിച്ചു, ഈ ബില്ല് കാണിച്ചിട്ട് ഈ മെഡിസിൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഈ മെഡിസിൻ ഇവിടെ ഉണ്ട്. ഈ ബില്ല് അവരുടെ സൈൻ തന്നെയാണ് ആ ബില്ല് ഉണ്ടായിരുന്നത്. ഞങ്ങളോട് സംസാരിച്ച ആ സ്റ്റാഫിന്റെ സൈൻ തന്നെയാണ് ആ ബില്ലിൽ ഉണ്ടായത്. അവർ പറഞ്ഞു ഞാനാണ് ഈ ബില്ല് കൊടുത്തത്, മെഡിസിൻ കൊടുത്തത് ഞാൻ തന്നെയാണ്. 2,57,000 രൂപയാണ് എൻ്റെ ആക്ച്വൽ പ്രൈസ്. അതിൽ നിന്ന് 54,000 സംതിങ് എമൗണ്ട് വേവ് ചെയ്തിട്ട് 2,02,600 രൂപയ്ക്കാണ് ഈ മെഡിസിൻ അവർക്ക് കൊടുത്തിരുന്നത്. സോ ബില്ല് ഫാബ്രിക്കേറ്റഡ് അല്ല. അത് ഞങ്ങൾ നേരിട്ട് പോയി സംസാരിച്ച് അറിഞ്ഞ ഈ ഒരു ചർച്ച ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം ബില്ലിന്റെ കാര്യത്തിൽ അവർ ഒരു തട്ടിപ്പും കാണിച്ചിട്ടില്ല. സോ അത് പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു, ഡേറ്റ് കാണുന്നില്ല, ബിൽ നമ്പർ കാണുന്നില്ല, അങ്ങനെ വന്നപ്പോഴേക്കും സ്വാഭാവികമാണ്. കാരണം ഇത് രണ്ടും ആ ചേച്ചിയുടെ കൈ വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു. അത് മനഃപൂർവ്വം മറന്നല്ല ഞാൻ പറയുന്നത്, കൈ പിടിച്ച സമയത്ത് സംഭവിച്ചു പോയതായിരിക്കാം. ഈ പറഞ്ഞ ബില്ല് കാണിച്ച കൂടുതൽ സംഭവിച്ചു പോയതായിരിക്കാം. അപ്പോൾ അത് മറന്നതുകൊണ്ടാണ് പല ആൾക്കാർക്കും അതൊരു ഫാബ്രിക്കേറ്റഡ് ബില്ലായിട്ടും. കാര്യം രേഷ്മ പിതാങ്കേശ് എന്ന് പറയുന്ന പേര് ബോൾഡായിട്ട് കാണിക്കുന്നു, അറൗണ്ട് എമൗണ്ട് എന്നുള്ളത് ബോൾഡായിട്ട് കാണിക്കുന്നു, ടോക്കൺ നമ്പർ ബോൾഡായിട്ട് കാണിക്കുന്നു. ബാക്കിയെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് സംഭവങ്ങളെല്ലാം അധികം ബോൾഡ് അല്ലാണ്ട് മങ്ങിയ ഒരു അക്ഷരത്തിൽ കാണിക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാരുടെ മനസ്സിലേക്ക് ചിന്തകൾ പോകുന്നു, ഇത് ഫാബ്രിക്കേറ്റ് ചെയ്ത ബില്ലാണ്, പൈസ തട്ടിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ ചിന്തകൾ പോകുന്നു. അങ്ങനെ വലിയ ചർച്ചയായിട്ട് മാറുന്നു. അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ വേണ്ടിയാണ് ഇന്ന് പോയത്. ശരിക്കും 2 ദിവസം മുന്നേ. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പള്ളിയിൽ അച്ഛനായിട്ടുള്ള ബിഷപ്പ് നോബിൾ അദ്ദേഹം പല ഇന്റർവ്യൂകൾ കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ ഇനി വല്ല കാര്യമുണ്ടോ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുക്കേണ്ട? രേണുവിനെ പോലെയുള്ളവർ കഷ്ടപ്പെടുമ്പോൾ അവരെ കുറിച്ച് ഇനിയും സംസാരിക്കണോ? അത് ആവശ്യമാണോ എന്ന് പറയുന്ന ബിഗ് ബോസ് സെലിബ്രിറ്റിയും സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, അദ്ദേഹം ഞാൻ സോഷ്യൽ മീഡിയയിൽ എനിക്ക് പലരും ഒരു വീഡിയോ അയച്ചു തന്നു. ആ ബിഷപ്പ് എന്ന് പറയുന്ന ആളിനെ ചാട്ടവാറ് കൊണ്ടടിക്കണം. യേശുക്രിസ്തു കുരിശയിൽ കിടക്കുന്ന കാരണത്താലാണ് യേശു കുരിശയിൽ ഇറങ്ങി വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ മുഖം അടിച്ച് പൊളിച്ചേനെയുമെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടുള്ളൊരു വീഡിയോ ഞാൻ കാണുവാനിടയായി. ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന രീതിയിൽ പറയുകയാണ് ഞങ്ങൾ ഈ വോയിസ് ഒക്കെ എടുത്ത് പുറത്തിടുന്നത്. ഞാൻ അവരോടായിട്ടാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നിൽക്കുന്ന ഒരു വിഭാഗം യൂട്യൂബേഴ്സ് എന്ന് പറയുകയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വോയിസുകൾ റെക്കോർഡ് ചെയ്ത് വിടുമ്പോൾ
എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ, എനിക്കറിയാവുന്ന പല കാര്യങ്ങൾ ഞാൻ പബ്ലിക്കിനോട് വന്ന് കൃത്യമായിട്ട് പറയും. അതും തെളിവുകളോടുകൂടി ക്യാമറയിൽ വന്ന തെളിവുകളുണ്ട് പല കാര്യങ്ങൾ. അത് വെച്ച് ഞാൻ പല കാര്യങ്ങൾ പറയാനിടയാകുമ്പോൾ പലർക്കും അത് മുറിവേൽക്കപ്പെടും. എനിക്കിപ്പോ അതിന് തുനിയേണ്ട ആവശ്യമില്ലെന്ന് ഓർത്ത് ഞാൻ സൗമ്യമായിട്ട് എന്റെ കാര്യം നോക്കി ഞാൻ മുന്നോട്ട് പോവുകയാണ്. സായി കൃഷ്ണനോട് എനിക്ക് പറയാനുള്ളത്, എന്റെ മുഖം അടിച്ചു പൊളിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവം നിങ്ങളോട് ക്ഷമിക്കട്ടെ. സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളോട് ക്ഷമിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. എനിക്ക് നിങ്ങളോട് പകയില്ല, വൈരാഗ്യമില്ല, ദേഷ്യമില്ല ഒന്നും. പക്ഷെ നിങ്ങൾക്കത് പറയുവാനുള്ള ആ ചേതോവികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ഉടനെ നിങ്ങൾ എന്നെ അടിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് ചാട്ടവാറുകൊണ്ട് എന്നെ അടിക്കണമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. എന്നെ അങ്ങനെ അടിക്കുവാൻ നിങ്ങളുടെ മനസ്സിലെ ആ ഒരു എന്താണ് പറയേണ്ടത്, എനിക്ക് ഇത്രയും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളാണ്. ബ്ലഡ് പ്രഷറിന് ഞാൻ വളരെ നീണ്ട വർഷക്കാലം 2 നേരം മെഡിസിൻ എടുക്കുന്നതാണ്. ഒരു പേഴ്സണൽ കാര്യങ്ങളല്ലാതെ എന്നെ മുറിവേൽപ്പിക്കുന്ന പല കാര്യങ്ങൾ ചോദ്യങ്ങളായിട്ട് പല യൂട്യൂബേഴ്സ് ഇന്റർവ്യൂ ചെയ്യാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് വേദനിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഉച്ചത്തിൽ സംസാരിച്ചിട്ടുണ്ട്. എന്റെ വായ അടക്കണം, മിണ്ടാതിരിക്കണം. അതൊരു അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത് പോലാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. എന്നോട് ചോദിക്കുന്ന പല ആൾക്കാരും മയക്കുമായിട്ട് സീക്രട്ട് ഏജന്റ് സായിയുടെ അടുത്തേക്ക് ചോദിച്ചപ്പോഴാണല്ലോ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞ് എന്റെ മുഖം അടിച്ചു പൊളിക്കണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് വന്ന് ചോദിച്ചാൽ ഇപ്പൊ നിങ്ങളോട് പറയാണ്, ഒരിക്കലും അദ്ദേഹത്തോട് എനിക്കൊരു പകയല്ല, ദേഷ്യമല്ല. അദ്ദേഹം ഇനി അഥവാ അടിക്കാൻ വരുന്നുണ്ടെങ്കിൽ എന്റെ വീട് ചങ്ങനാശ്ശേരിയിലാണ്, ഞാൻ ലൊക്കേഷൻ അയച്ചാൽ നേരിട്ട് വന്ന് എന്റെ മുഖം അടിച്ചു പൊളിച്ചോളൂ, ഒരു കുഴപ്പമില്ല. അതിനെനിക്ക് എന്തായാലും രേണു ഇപ്പൊ തന്റെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഒരു പോരാട്ടത്തിലാണ് ആ പെൺകുട്ടി കടന്നു പോകുന്നത്. നമ്മളൊന്ന് നിശബ്ദരാവുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ ഒരു ചാനൽ കാണുന്ന എന്റെ പ്രേക്ഷകരോട് എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നമ്മൾ നെഗറ്റീവ് കണ്ടന്റുകൾക്ക് പിന്നാലെ ഓടുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞൊന്നാവാം അല്ലെ. അതിപ്പോൾ ഈ ഒരു മനുഷ്യജീവൻ അപകടത്തിലാകുന്ന ഒരു അവസ്ഥയിൽ രേണു എന്തായാലും വളരെ വേഗത്തിൽ തന്നെ സുഖം പ്രാപിച്ച് തിരിച്ച് പഴയതുപോലെ തന്നെ തിരിച്ചു വരട്ടെ. അത് മാത്രമാണ് നമുക്ക് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും പറ്റുന്നത്. ദയവായിട്ട് ഇനി ഈ ഒരു വിഷയം വെച്ച് വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം. അവസാനമായിട്ട് രേണുവിനോട് ഒന്നേ പറയാനുള്ളൂ, രേണു നീ ശക്തിയാണ്, നിനക്ക് തിരിച്ചു വരാൻ സാധിക്കും. നിന്റെ കുടുംബത്തിന് വേണ്ടിയും നിനക്ക് വേണ്ടിയും ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊക്കെ കടന്നു പോകും. ഞങ്ങൾ എല്ലാവരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കൂട്ടുകാരെ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ രേണുവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അവരുടെ നെഗറ്റിവിറ്റി കണ്ടെടുത്ത് അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്ത് പഴയതും ഈ ഒരു വിവാദങ്ങൾക്കൊന്നും പിന്നാലെ ഓടാതിരിക്കുക. അവരിപ്പം കീമോയൊക്കെ കഴിഞ്ഞ്, അതായത് 2ാമത്തെ കീമോയൊക്കെ കഴിഞ്ഞപ്പോൾ അവരുടെ നില വളരെ ഗുരുതരാവസ്ഥയിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എത്രയും പെട്ടെന്ന് തന്നെ അവർ ആ ഒരു അവസ്ഥ കടന്ന് പുറത്ത് വരട്ടെ. പഴയതുപോലെ അവർക്ക് സന്തോഷം കിട്ടുന്ന റീലുകളും മറ്റു കാര്യങ്ങളും ചെയ്ത് അവർ സന്തോഷിക്കട്ടെ. നമുക്കൊരു നെഗറ്റിവിറ്റി ഒന്നും സ്പ്രെഡ് ചെയ്യാതിരിക്കാം, ഒരു വിവാദങ്ങളും ഉണ്ടാകാതിരിക്കാം. ഇനി മരുന്നിന്റെ ബില്ലോ എന്തോ ആയിക്കോട്ടെ, അവരെന്തോ ചെയ്യട്ടെ. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് അവരോടൊപ്പം തന്നെ അവർക്ക് അവരുടെ അസുഖത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അസുഖം പെട്ടെന്ന് ഭേദമായിട്ട് തന്നെ പുറത്തു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനകളും അവരോടൊപ്പം ഉണ്ടാകട്ടെ. ഇനി വെറുതെ അവരെ കുറിച്ചുള്ള വിവാദങ്ങളൊന്നും ഉണ്ടാകാതെ അവർ സ്വസ്ഥമായിട്ട് തന്നെ സന്തോഷത്തോടെ തന്നെ കഴിയട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.